ഈ മാസം 28-ന് ഇന്റർ കാശിയുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലെ രണ്ടാം ഹോം മാച്ച്. എന്നാൽ മത്സരം കൊച്ചിയിൽ നടക്കുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം തുടരുകയാണ്. സ്റ്റേഡിയത്തിന്റെ വാടക തുക കുത്തനെ കൂട്ടിയ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് GCDA മുന്നോട്ട് പോകുന്നത്. ഇതിൽ കൃത്യമായ കരാർ വേണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യം. ഇരുകൂട്ടരും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല. ഇനിയുള്ള മത്സരങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു ഹോം ഗ്രൗണ്ട് കണ്ടെത്തുക എന്നത് പ്രയാസമായതുകൊണ്ട് തന്നെ GCDA മുന്നോട്ട് വെക്കുന്ന തീരുമാനങ്ങൾക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങാനാണ് സാധ്യത. ടീം കൊച്ചി വിടുകയും ചെയ്യരുത്, എന്നാൽ കിട്ടാനുള്ള തുക മുഴുവൻ കിട്ടുകയും വേണമെന്നാണ് GCDA ആഗ്രഹിക്കുന്നത്. ചെയർമാൻ K. ചന്ദ്രൻപിള്ളയുടെ നിലപാടിന് വിരുദ്ധമായി ബ്ലാസ്റ്റേഴ്സ് ടീം ഉടമയെ സെക്യൂരിറ്റി ജീവനക്കാർ അപമാനിച്ച് ഇറക്കിവിട്ടിരുന്നു. ഇതിൽ ചെയർമാൻ ഇടപെടാത്തതിലും ടീമിന് അസംതൃപ്തിയുണ്ട്. ISL ടീമുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ ചെന്നൈ, ഒഡീഷ, ഈസ്റ്റ് ബംഗാൾ ടീമുകൾക്കെല്ലാം അതാത് സംസ്ഥാനങ്ങൾ സ്റ്റേഡിയം സൗജന്യമായി നൽകിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ടീം സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും സംസ്ഥാന സർക്കാർ ഒരു സഹായവും ചെയ്തിട്ടില്ല. പകരം സ്റ്റേഡിയത്തിന് വാടക ഇരട്ടി ഈടാക്കുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സിനോടുള്ള GCDAയുടെ സമീപനത്തിൽ ആരാധകർക്കും അമർഷമുണ്ട്. തുക സംബന്ധിച്ച് ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊച്ചി.